കേരളത്തിന്റെ പൊതു മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു 2017 കൊച്ചിയിൽ നടിക്കു നേരെയുണ്ടായ അക്രമം. ഇരയാക്കപ്പെട്ടത് അന്നുവരെ മലയാളത്തിൽ സജീവമായിരുന്ന നായിക നടി. സംഭവം നടന്ന് 8 വർഷത്തിന് ശേഷമാണ് അന്തിമവിധി വന്നിരിക്കുന്നത്. കേസിൽ 8ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടു. 6 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. മറ്റു പ്രതികളെ കോടതി വെറുതെ വിട്ടു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പുറപ്പെടുവിച്ചത്. ജഡ്ജി ഹണി എം വർഗീസാണ് വിധി പറഞ്ഞത്. കോടതി പരിസരത്ത് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ കോടതി വിധി വരുന്നത്. 6 പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. ദിലീപിനെതിരെയും ബലാത്സംഗ കുറ്റം ചുമത്തിയിരുന്നു. എന്നാൽ ദിലീപിനെതിരെ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാത്തതിനെ തുടർന്നാണ് കുറ്റവിമുക്തനാക്കിയത്. പ്രതികൾക്കുള്ള ശിക്ഷ ഡിസംബർ 12-ന് വിധിക്കും. കേസിൽ കുറ്റവിമുക്തനായതിന് പിന്നാലെ ദിലീപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ദിലീപിനെതിരെ പ്രധാന മൊഴി നൽകിയ മുൻ ഭാര്യ നടി മഞ്ജു വാര്യരെ ഉന്നം വെച്ചായിരുന്നു ദിലീപിന്റെ ആദ്യ പ്രതികരണം. മഞ്ജു വാര്യർക്കും പോലീസിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ദിലീപ് ഉയർത്തിയത്. സത്യം ജയിച്ചു. കേസിൽ യഥാർത്ഥ ഗൂഢാലോചന നടന്നത് തനിക്കെതിരെയാണെന്ന് ദിലീപ് കോടതിക്ക് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മഞ്ജുവിന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് തനിക്കെതിരെ ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഉദ്യോഗസ്ഥയും ക്രിമിനൽ പോലീസ് സംഘവും ചേർന്ന് കേസിൽ തന്നെ പെടുത്തുകയായിരുന്നുവെന്നും ദിലീപ് മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് കള്ളക്കഥ മെനഞ്ഞു. മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് അത് പ്രചരിപ്പിച്ചു. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എന്റെ കരിയറും ഇമേജും ജീവിതവും നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. നിങ്ങൾ 9 വർഷം പറഞ്ഞതല്ലേ, ഇനിയെങ്കിലും ഞാൻ പറഞ്ഞോട്ടെ. എന്റെ കൂടെ നിന്നവരോടെല്ലാം നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ഡിഫൻസ് ചെയ്ത അഭിഭാഷകരോടുള്ള ആത്മാർത്ഥമായി നന്ദി പറയുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത്. കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്ത് നിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവർ തിരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്നാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാക്കിയത്. അതിനായി കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ച് പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പോലീസ് സംഘം അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് കള്ളക്കഥ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നായിരുന്നു ദിലീപ് പറഞ്ഞത്. ഇന്ന് കോടതിയിൽ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. എന്റെ കരിയറും ഇമേജും ജീവിതവും നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്നും ദിലീപ് വ്യക്തമാക്കി. നടി ആക്രമിച്ച സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യം പ്രതികരിച്ചവരിൽ ഒരാൾ നടി മഞ്ജു വാര്യരായിരുന്നു. സംഭവം നടന്നതിന്റെ പിറ്റേന്ന് നടിക്ക് പിന്തുണയർപ്പിച്ച് കൊച്ചിയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് മഞ്ജു വാര്യർ ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യം പറഞ്ഞത്. നടൻ ദിലീപും ഇതേ വേദിയിൽ ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന പലരെയും, ഞാൻ അടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയ ഡ്രൈവർമാരുണ്ട്. അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾക്ക് അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. അത് മാത്രമല്ല, ഒരു സ്ത്രീക്ക് വീടിനകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹതയുണ്ട്. ആ ഒരു സന്ദേശമാണ് ഞാൻ ഇവിടെ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അന്ന് മഞ്ജു പറഞ്ഞത്. നടി ആക്രമിച്ച കേസിൽ 1ാം പ്രതിയായ പൾസർ സുനി അറസ്റ്റിലായതിനു പിന്നാലെയും മഞ്ജു വാര്യർ ഇക്കാര്യം ആവർത്തിച്ചു. 2017 ഫെബ്രുവരി 23-ന് പൾസർ സുനി അറസ്റ്റിലായതിനു പിന്നാലെ മഞ്ജു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മുഖ്യപ്രതിയെ പിടിക്കാൻ സാധിച്ചത് വലിയ കാര്യം തന്നെയാണ്. അതിന് കേരള പോലീസിന് അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ഒരിക്കലും വളരെ യാദൃശ്ചികമായി നടന്ന ഒരു കാര്യമാണെന്ന് ആർക്കും തോന്നുന്നില്ല. വളരെ ആസൂത്രിതമായി നടന്ന കുറ്റകൃത്യം തന്നെയാണ്. അങ്ങനെയാണ് ഞാനും നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയത്. ഇതിൽ കൂടുതൽ അന്വേഷണം നടന്ന എല്ലാ സത്യങ്ങളും പുറത്തുവരുമെന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഞങ്ങളും നിങ്ങളെപ്പോലെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നായിരുന്നു മാധ്യമങ്ങളോട് മഞ്ജു പറഞ്ഞത്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി ഉൾപ്പെടെ 6 പേർക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയത്. ഇവയെല്ലാം തെളിഞ്ഞു. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകൻ 8ാം പ്രതിയായ ദിലീപാണെന്നായിരുന്നു വാദം. കോടതിയുടെ നിയന്ത്രണമുള്ളതിനാൽ കേസിനെ കുറിച്ച് തനിക്ക് സംസാരിക്കാനാകില്ല എന്നും, എന്നാൽ
പറയാൻ സാധിക്കുന്ന ഒരു ദിവസം വരുമെന്നും ദിലീപ് നേരത്തെ പറഞ്ഞിരുന്നു. ദിലീപ് കുറ്റവിമുക്തനായതോടെ ആഹ്ലാദ പ്രകടനം നടത്തിയ ആരാധകരും കോടതി വളപ്പിലും ദിലീപിന്റെ വീടിന് മുന്നിലും ലഡു വിതരണം നടത്തുകയും കേക്ക് മുറിക്കുകയും ചെയ്തു. ദിലീപിന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചു. കോടതി മുറിക്കുള്ളിൽ അഭിഭാഷകർ ദിലീപിനെ കെട്ടിപ്പിടിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ വെറുതെ വിട്ടത് ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാതിരുന്നതിനാലാണെന്നാണ്. എന്നാൽ ഇത് അന്തിമ വിധിയല്ല എന്നും മേൽക്കോടതിയിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാമെന്നും അന്വേഷണ സംഘം മുൻ മേധാവി ബി സന്ധ്യ പറഞ്ഞു. ഗൂഢാലോചന എപ്പോഴും ഒരു വെല്ലുവിളിയാണെന്നും ബി സന്ധ്യ പറഞ്ഞിരുന്നു. അന്വേഷണ സംഘം മികച്ച ജോലിയാണ് ചെയ്തത്. അവർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. മാറി മാറി വന്ന പ്രോസിക്യൂട്ടർമാരും നല്ല ജോലി ചെയ്തിട്ടുണ്ട്. ഈ ഒരു കേസിലൂടെ കേരളത്തിലെ സിനിമാ മേഖലയിൽ ഒരുപാട് പോസിറ്റീവായ മാറ്റങ്ങൾ വന്നു. അന്തിമ വിധി വരുന്നതുവരെ അതിജീവിതയ്ക്കൊപ്പം അന്വേഷണ സംഘം ഉണ്ടാകും. ഒരുപാട് വെല്ലുവിളികൾ വിചാരണ വേളയിൽ നേരിട്ടിട്ടുണ്ട്. മേൽക്കോടതിയിൽ നീതിക്ക് വേണ്ടി അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും പോരാടും എന്നും ബി സന്ധ്യ വ്യക്തമാക്കി. ദിലീപിനെ കൂടാതെ ചാൾസ് തോമസ്, സനിൽകുമാർ എന്ന മേസ്തിരി സനിൽ, ശരത് ജി നായർ എന്നിവരെയും വെറുതെ വിട്ടു. അതേസമയം നടി ആക്രമിച്ച കേസിൽ പ്രതികരിക്കാനില്ല എന്നാണ് കേസിന്റെ വിധി വന്ന ശേഷം അതിജീവിത പറഞ്ഞത്. നടി ആക്രമിച്ച സംഭവത്തിൽ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയതിനെ തുടർന്ന് പ്രതികരണവുമായി റീമ കല്ലിങ്കൽ, രമ്യ നമ്പീശൻ, പാർവതി തിരുവോത്ത് എന്നിവരും രംഗത്തെത്തിയിരുന്നു. 2017 സംഭവ സമയത്ത് നടിക്ക് പിന്തുണയേകി റീമ ഉയർത്തിയ അവൾക്കൊപ്പം എന്ന ബാനർ ഉയർത്തിയ ഫോട്ടോയാണ് റീമ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. റീമ കല്ലിങ്കൽ ചിത്രം പങ്കുവച്ച് ഉടൻ തന്നെ രമ്യ നമ്പീശനും ഇൻസ്റ്റഗ്രാമിൽ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തി. അവൾക്കൊപ്പം എന്ന ചിത്രം തന്നെയാണ് രമ്യയും പങ്കുവച്ചത്. കേസിന്റെ വിധി പറയുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഇരുവരും കേസിന്റെ നാൾ വഴികളെ ഓർത്തുകൊണ്ടുള്ള കുറിപ്പ് പങ്കുവച്ചിരുന്നു. പാർവതി തിരുവോത്തും ഇൻസ്റ്റഗ്രാമിൽ നടിക്ക് പിന്തുണ അറിയിച്ചു. മികച്ച രീതിയിൽ എഴുതിയ ഒരു തിരക്കഥ ക്രൂരമായ രീതിയിൽ ചുരുളഴിയുന്നതാണ് ദൃശ്യമായതെന്നും പാർവതി തിരുവോത്ത് കുറിച്ചു. പിന്നാലെ പ്രതികരിച്ച് താരസംഘടനയായ AMMA രംഗത്തെത്തി. നിയമം നീതിയുടെ വഴിക്ക് നീങ്ങട്ടെ എന്നും അമ്മ കോടതിയെ ബഹുമാനിക്കുന്നുവെന്നുമാണ് AMMAയുടെ പ്രതികരണം. ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് താരസംഘടന പ്രതികരിച്ചത്. നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ നടൻ ദിലീപിനെ AMMAയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് താരസംഘടന തീരുമാനമെടുത്തത്. പിന്നീട് AMMAയുടെ പ്രസിഡന്റായി മോഹൻലാൽ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ദിലീപിനെ തിരിച്ചെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇത് വിവാദമായതോടെ താരസംഘടനയിലേക്കില്ലെന്ന് ദിലീപ് പ്രഖ്യാപിക്കുകയായിരുന്നു. നടി ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ 8 വർഷത്തിനു ശേഷമാണ് വിധി വന്നത്. കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തിയെന്ന കുറ്റം ചുമത്തിയാണ് ദിലീപിനെ കേസിൽ പ്രതി ചേർത്തത്. 2018 മാർച്ച് 8 വിചാരണ ആരംഭിച്ച കേസിൽ അതിജീവിത ആവശ്യപ്പെട്ടതിനനുസരിച്ച് വനിതാ ജഡ്ജിയെ നിയമിച്ച് രഹസ്യ വിചാരണയാണ് നടന്നത്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.